Hi everyone, this is Rinsi from Groww Malayalam channel. Last 3 months നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ടഫ് ടൈം തന്നെയായിരുന്നു. കാരണം ലോകത്ത് ഒരുപാട് മാക്രോ എക്കണോമിക് ഇവന്റ്സ് ആണ് സംഭവിച്ചത്. അതുപോലെ തന്നെ വേൾഡ് മാർക്കറ്റ് പീക്ക് ലെവലിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ S&P 500 ഇൻഡെക്സ് 15% ഡൗൺ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൗ ജോൺസ് 11% ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് US ഇൻഡെക്സ് ആണ്. ഇന്ത്യയിലും സെയിം ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഒക്കെ 7.71% ആണ് ഡൗൺ പോയത്. ബട്ട് നല്ല സ്റ്റോക്സ് അതുപോലെ തന്നെ കമ്പനീസിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. അപ്പം ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് ഉണ്ട്, ബൈ വെൻ ദർ ഇസ് ബ്ലഡ് ഓൺ ദ സ്ട്രീറ്റ് ഈവൺ ഇഫ് ദ ബ്ലഡ് ഈസ് യുവേഴ്സ്. അപ്പോൾ എല്ലാ സ്റ്റോക്സും നല്ല ടൈമിൽ നല്ല റിട്ടേൺസ് നൽകും. ബട്ട് സ്ട്രോങ് ബിസിനസ് അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനി മാത്രമേ ലോങ് ടേമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് 3 മന്ത്സ് ഹയസ്റ്റ് റിട്ടേൺ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനീസിന്റെ ബിസിനസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ കീ സ്ട്രെങ്ത് ആൻഡ് പൊട്ടൻഷ്യൽ റിസ്കിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ അതുപോലെ ടെക്നിക്കൽ മെട്രിക്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കമ്പനീസ് എല്ലാം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കമ്പനീസിന്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 10,000 crores ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ROI മോർ ദാൻ 15% ആണ്. അതുപോലെ തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 1 ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് 3 months റിട്ടേൺസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫ്രം 20th May 2022. അപ്പോൾ ഏതൊക്കെയാണ് ആ കമ്പനീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് കമ്പനി ഷാഫ്ലർ ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു കമ്പനി ഹൈ പ്രിസിഷൻ റോളർ, ബോൾ ബിയറിംഗ്സ്, എഞ്ചിൻ സിസ്റ്റം, ട്രാൻസ്മിഷൻ കമ്പോണൻസ്, ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ കമ്പോണൻസിന്റെ മാനുഫാക്ചറിംഗ് അതുപോലെ തന്നെ മെഷീൻ ബിൽഡിംഗ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതൊരു B2B കമ്പനിയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് 3 months നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 23.3% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് സ്ട്രോങ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ടൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് അതുപോലെ തന്നെ ഓട്ടോ ആൻസിലറി സ്പേസിൽ ഇവരുടെ ഡീൽസ് കൺസിസ്റ്റന്റ്ലി വിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഷാഫ്ലർ ഇന്ത്യയുടെ സെയിൽസ് ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. ഇപ്പോൾ 5 year സെയിൽസ് ഗ്രോത്ത് വരുന്നത് 25.38% ആണ്. ഈ ഒരു കമ്പനിയുടെ മേജർ വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ആൻസിലറി സ്പേസിലെ ഹൈ കോമ്പറ്റീഷൻ അതുപോലെ തന്നെ ഓട്ടോ ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഹൈ ഡിപ്പെൻഡൻസ് ആണ്. പാസ് ഓഫ് 2020 നോക്കുകയാണെങ്കിൽ ഷാഫ്ലർ ഇന്ത്യയുടെ 80% റവന്യൂ വന്നിരിക്കുന്നത് ചങ് ഓട്ടോ കമ്പോണൻസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ക്വൈറ്റ് സൈക്ലിക് ഇൻ നേച്ചർ ആണ്. അപ്പോൾ സൈക്ലിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോണമി നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഇൻഡസ്ട്രി നല്ല രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഇനി ഇക്കോണമി റിസഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഇൻഡസ്ട്രി സഫർ ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാല്യുവേഷൻ റേഷ്യോയുടെ ഫോമിൽ നമ്മൾ PE റേഷ്യോ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ ഫോമിൽ നമ്മൾ ROI റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 year സെയിൽസ് ഗ്രോത്ത് CAGR നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് കമ്പനിയുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മളിവിടെ 3 months റിട്ടേൺസ് അതുപോലെ തന്നെ 1 year റിട്ടേൺ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ടേം അതുപോലെ തന്നെ ഷോർട്ട് ടു മീഡിയം ടേമിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നീട് നമ്മളിവിടെ 200-day മൂവിംഗ് ആവറേജ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200-day മൂവിംഗ് ആവറേജ് എബോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി 200-day മൂവിംഗ് ആവറേജ് ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത് ബെയറിഷ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന RSI 14 ആണ്. അപ്പോൾ RSI 14 ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI വാല്യൂ എബോ 30 ആണെങ്കിൽ ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും. അതായത് ഡൗൺവേർഡ് ട്രെൻഡ് ക്യാൻ ലീഡ് ടു അപ് ട്രെൻഡ്. ഇന്നത്തെ സെക്കൻഡ് കമ്പനി വന്ന് സോളാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതൊരു B2B കമ്പനിയാണ്. അപ്പം മൈനിങ്, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ബൾക്ക് എക്സ്പ്ലോസീവ്, പാക്കേജ് എക്സ്പ്ലോസീവ് ആൻഡ് ഇനീഷ്യേറ്റീവ് സിസ്റ്റം മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത് കൂടാതെ ഡിഫൻസ് സെക്ടറിലേക്ക് വേണ്ടിയിട്ടുള്ള മിസൈല്, റോക്കറ്റ് പ്രൊപ്പുലൻസ്, വാർഹെഡ് എക്സ്പ്ലോസീവ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ബട്ട് ഈ ഒരു കമ്പനിയുടെ 73% റവന്യൂ വരുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് എന്നാണ്. ലാസ്റ്റ് 3 months ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 25.95% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ഇൻഡസ്ട്രിയിലേക്കുള്ള ഇവരുടെ സ്ട്രോങ് പ്രസൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയുടെ ഓർഡർ ബുക്ക് നല്ല സ്ട്രോങ് ആണ്. Q4 ഫിനാൻഷ്യൽ 2022 കമ്പനിയുടെ ഓർഡർ ബുക്ക് വരുന്നത് 2,982 crores ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ 2022 കമ്പനിയുടെ ടോട്ടൽ റവന്യൂ വരുന്നത് 3,948 crores ആണ്. അതായത് ടോട്ടൽ ഓർഡർ ബുക്ക്
ആനുവൽ സെയിൽസുമായിട്ട് ക്ലോസ് ആണ്. അതൊരു ഹെൽത്തി സൈൻ ആണ് കമ്പനിയുടെ. ഈ ഒരു കമ്പനിയുടെ മേജർ വീക്ക്നെസ് എന്താ വെച്ചാൽ സ്ട്രോങ് റെഗുലേറ്ററി റിസ്ക് ലെവലാണ്. അപ്പൊ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സ് സച്ച് ആസ് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ്, ഡിഫൻസ് ഒക്കെ ഹൈലി റെഗുലേറ്റഡ് ആണ്. അപ്പൊ എന്തെങ്കിലും അഡ്വേഴ്സ് റെഗുലേറ്ററി ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ബിസിനസിന് ഡാമേജ് ചെയ്യും. ഇപ്പൊ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാല്യുവേഷൻ റേഷ്യോയുടെ ഫോമിൽ നമ്മൾ പി റേഷ്യോ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ ഫോമിൽ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 year സെയിൽസ് ഗ്രോത്ത് CAGR നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് കമ്പനിയുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. 3 months റിട്ടേൺസ് അതുപോലെ തന്നെ 1 year റിട്ടേൺ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷോർട്ട് ടേമിൽ അതുപോലെ തന്നെ ഷോർട്ട് ടു മീഡിയം ടേമിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 200-day മൂവിംഗ് ആവറേജും അതുപോലെ തന്നെ RSI 14. ഇന്നത്തെ തേർഡ് കമ്പനി ക്രിസിൽ ലിമിറ്റഡ്. അപ്പൊ ഇന്ത്യയിലെ ലീഡിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ. ഇത് US ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി S&P 500 ആണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് അസസ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽസിൽ പല പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്തിട്ട് കമ്പനിക്ക് ഡെറ്റ് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് 3 months നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് 27.52% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ, അതായത് ഇന്ത്യയിലെ ലീഡിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, അതുപോലെ തന്നെ S&P 500 ആയിട്ടുള്ള ഇവരുടെ അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയുടെ ROE ഇൻഡസ്ട്രിയിൽ ഹയസ്റ്റ് ആണ് ബൈ ഹ്യൂജ് മാർജിൻ. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ROE വരുന്നത് 29.3% ആണ്. ഈ ഒരു കമ്പനിയുടെ മേജർ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഹൈ റിലയൻസ് ഓൺ റേറ്റിംഗ് റെപ്യൂട്ടേഷൻ ആണ്. ഇപ്പോൾ റേറ്റിംഗ് ഇൻഡസ്ട്രിയുടെ റെപ്യൂട്ടേഷൻ 2018 ILFS NBFC ക്രൈസിൽ ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി പ്ലെയർ ക്രിസിലിന്റെ ഒക്കെ റെപ്യൂട്ടേഷൻ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വാല്യുവേഷൻ റേഷ്യോയുടെ ഫോമിൽ നമ്മൾ പി റേഷ്യോ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ ഫോമിൽ നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 year സെയിൽസ് ഗ്രോത്ത് CAGR നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 months റിട്ടേൺസ് അതുപോലെ തന്നെ 1 year റിട്ടേൺസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ടേമിൽ അതുപോലെ തന്നെ ഷോർട്ട് ടു മീഡിയം ടേമിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ്. 200-day മൂവിംഗ് ആവറേജും അതുപോലെ തന്നെ RSI 14 ആണ്. ഫോർത്ത് കമ്പനി അദാനി ടോട്ടൽ ഗ്യാസ്. അദാനി ടോട്ടൽ ഗ്യാസ് ഇന്ത്യയിലെ ലീഡിംഗ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇപ്പോൾ ഡൊമസ്റ്റിക്, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ അതുപോലെ തന്നെ വെഹിക്കിൾ യൂസേഴ്സിന് നാച്ചുറൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് അദാനി ഗ്രൂപ്പ് അതുപോലെ തന്നെ ഫ്രഞ്ച് എനർജി ജൈന്റ് ടോട്ടലായിട്ട് ജോയിന്റ് വെഞ്ചർ ആണ്. ഇപ്പോൾ ലാസ്റ്റ് 3 months നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് 42.83% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണ്. അപ്പോൾ 38 ജോഗ്രഫീസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഗുജറാത്ത്, ഹരിയാന, കർണാടക, തമിഴ്നാട്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീസ ആൻഡ് ഗോവ. അതുപോലെ തന്നെ ടോട്ടൽ എനർജി ആയിട്ടുള്ള ഇവരുടെ അസോസിയേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലാർജ് സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ഈ ഒരു കമ്പനിയുടെ മേജർ വീക്ക്നെസ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. അപ്പോൾ അറ്റ് പ്രസന്റ് നാച്ചുറൽ ഗ്യാസിന് ഡിമാൻഡ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ അതുപോലെ തന്നെ പെട്രോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ്. ഓട്ടോ സെക്ടറിലെ ഇലക്ട്രിഫിക്കേഷൻ അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ലൈക്ക് എത്തനോൾ അതുപോലെ തന്നെ ലിക്വിഡ് ഹൈഡ്രോജൻ ഒക്കെ ഈ ഒരു കമ്പനിക്ക് ത്രെറ്റ് ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ അദാനി ടോട്ടൽ ഗ്യാസിന്. ഫർദർ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻ ബാക്കിയുള്ള ഇൻഡസ്ട്രീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പി റേഷ്യോ വരുന്നത് 543.07 ആണ്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. വാല്യുവേഷൻ റേഷ്യോയുടെ ഫോമിൽ നമ്മൾ പി റേഷ്യോ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ ഫോമിൽ നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 year സെയിൽസ് ഗ്രോത്ത് CAGR നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3 months റിട്ടേൺസ് അതുപോലെ തന്നെ 1 year റിട്ടേൺസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് അതുപോലെ തന്നെ ഷോർട്ട് ടു മീഡിയം ടേമിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 200-day മൂവിംഗ് ആവറേജും അതുപോലെ തന്നെ RSI 14. ഇന്നത്തെ 5th കമ്പനി അദാനി വിൽമർ. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ഹയസ്റ്റ് റിട്ടേൺ നൽകിയിട്ടുള്ള കമ്പനിയാണ് അദാനി വിൽമർ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ലീഡിംഗ് FMCG കമ്പനിയും കൂടിയാണ് അദാനി വിൽമർ എന്നുള്ളത്. ഇപ്പോൾ കുക്കിംഗ് ഓയിൽ സെഗ്മെന്റിൽ ലീഡിംഗ് ബ്രാൻഡായ ഫോർച്യൂൺ ഓൺ ആൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 3 months നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് 88.58% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പം ആസ് ഓഫ് 8th February 2022 ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ളത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് 126% അപ്പ് പോയിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിബിൾ ഓയിൽ സെഗ്മെന്റിലെ മാർക്കറ്റ് ലീഡർ
സ്റ്റാറ്റസ്. ഫർദർ ഈ ഒരു കമ്പനിക്ക് സ്ട്രോങ് ബ്രാൻഡ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ റീച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി ഫുഡ് സെഗ്മെന്റ്സിൽ ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു കമ്പനിയുടെ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് റിസ്ക് വരും, അതായത് പ്ലാന്റ് ഡിസീസസ്, നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ. അപ്പോൾ ഇതുകൂടാതെ ഇവർക്ക് ലോങ് ടേം സപ്ലൈ കോൺട്രാക്ട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കമ്മോഡിറ്റി പ്രൈസ് വോളറ്റിലിറ്റിയും അതുപോലെ തന്നെ പ്രൈസ് ഇൻഫ്ലേഷനും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വാല്യുവേഷൻ റേഷ്യോയുടെ ഫോമിൽ പി റേഷ്യോ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ ഫോമിൽ നമ്മൾ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 year സെയിൽസ് ഗ്രോത്ത് CAGR നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ 3 month റിട്ടേൺസ് അതുപോലെ തന്നെ 1 year റിട്ടേൺസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഷോർട്ട് ടേം അതുപോലെ തന്നെ ഷോർട്ട് ടു മീഡിയം ടേമിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി റീസെന്റ് ലിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ 200 days പ്രൈസ് ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 200 day മൂവിംഗ് ആവറേജ് അല്ല, 50 day മൂവിംഗ് ആവറേജ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ RSI 14 വാല്യൂ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് 3 months ഹയസ്റ്റ് റിട്ടേൺ നൽകിയിട്ടുള്ള 5 കമ്പനീസ്. ഈ 5 കമ്പനീസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു കാര്യം നമ്മൾ വീണ്ടും റിമൈൻഡ് ചെയ്യാണ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതൊരു കമ്പനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഗ്രോ മലയാളം ചാനലിലൂടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഗ്രോയുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.